എക്സ്പ്രഷൻ ക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. ഒരു കൊച്ചാവശ്യമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വെഞ്ഞാറമൂട് കോഫി ഹൗസിൽ കയറിയിട്ടുണ്ട്. എപ്പം നമ്മൾ അതുവഴി പോയാലും ആര്യാസിലോ അല്ലെങ്കിൽ കോഫി ഹൗസിലാണ് കയറുന്നത്. മെയിനായിട്ട് പേട ഇഞ്ചി മുട്ടായിയൊക്കെ മേടിക്കാനാണ് കയറുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പോയ ആ ചെറിയ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മാളിലോട്ട് വന്നിട്ടുണ്ട്. ഒരു വർഷത്തിനടുപ്പിച്ചായി ഗൈസ് വന്നിട്ട്. അങ്ങനെ കാറൊക്കെ കൊണ്ട് ഇതാണ് കേട്ടോ ടാസ്ക്, അത് പറയാൻ മറന്നുപോയി. കാറൊക്കെ കൊണ്ട് എവിടെയൊക്കെയോ കളഞ്ഞിട്ട് നമ്മൾ നേരെ ആ എസ്കലേറ്റർ ചാടി കയറി അപ്പുറവും ചാടി ഇപ്പുറവും ചാടിയൊക്കെ പോയി. ആദ്യം തന്നെ നമ്മൾ ജ്വല്ലറിയിലോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കോസ്മെറ്റിക്സ് കണ്ടപ്പോൾ എല്ലായിടം ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറി. അവിടെ നിന്നൊന്നും എടുത്തില്ല, നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. ഒരു ഗുജറാത്തി ഡ്രസ്സ്, പാകിസ്ഥാനിലെ ഡ്രസ്സൊക്കെ കണക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കണ്ടു. ഗൈസ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഉള്ള 1000-ന് പുറത്തായിരുന്നു. അത് ചിലവാകത്തില്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നെ ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് പേടിയായി. എന്നിട്ട് ഒരു ഫൗണ്ടേഷൻ ക്രീം മേടിക്കാമെന്നും പറഞ്ഞ് പോയേ ഞാൻ ഒരു മേടിക്കുകയും ചെയ്തു. ഞാനിത് എപ്പോഴും ഒന്നും ഇടത്തില്ല. ഈ പ്രോഗ്രാംസിനൊക്കെ ഒരുങ്ങുമ്പോൾ എനിക്ക് മാന്തുന്ന സ്വഭാവമുണ്ട് ഗൈസ്. ചൊറിഞ്ഞ് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മാന്തും. അപ്പോഴത്തേക്ക് എവിടെന്നെങ്കിലുമൊക്കെ മേക്കപ്പ് പോവും, അല്ലെങ്കിൽ അൽത്ത വെച്ച് തേക്കും കേട്ടോ. അവിടെ നിന്നൊക്കെ മറയ്ക്കാനായിട്ട് ഈ സാധനം നല്ല ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു കുപ്പി മേടിച്ചു. പിന്നെ നല്ല വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഡെക്കറേറ്റിംഗ് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതായത് ഹോം ഡെക്കർ സാധനങ്ങൾ. കൂടുതലും ദൈവങ്ങളുടെയൊക്കെയാണ്. കുറേ യോയോ ഗണപതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കൃഷ്ണന്മാരെയാണ്. ഫുള്ളാ കടയ്ക്കകം ഫുള്ളും ഒരു ഗോൾഡനിലായിരുന്നു വന്നിരുന്നത്. ഫുള്ള് അതിൻ്റെ ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുമായിരുന്നേ. ഞാൻ ഇതുവരെ അങ്ങനെ രാമൻ്റെ ശില്പം കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ കണ്ടായിരുന്നു ആ രാമൻ്റെ ഒരു വിഗ്രഹം. പിന്നെ ഇങ്ങനെ വീട്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു സൈസ് കർട്ടൻ പോലെ ഒന്നുണ്ട്. പിന്നെ നല്ല യോയോ ഗണപതിയെ കണ്ടില്ലേ, അമ്മേരെ ബുദ്ധൻ്റെ പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. യോയോ ഗണപതി എന്ന് ഉദ്ദേശിച്ച കാലുമേ കോലൊക്കെ കയറ്റി ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗണപതിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സാധനത്തിനെ കാണിച്ചു തരാമേ. ഇതാണ് ബെഞ്ചിൻ്റെ മണ്ടേ കയറിയിട്ട് കാലുമേ കോലൊക്കെ വെച്ച് കയ്യൊക്കെ എടുത്ത് വെച്ച് ഇരിക്കുന്നു. നല്ലൊരു സുന്ദരക്കുട്ടനാണ്. ഇവിടെയും ബുദ്ധൻ്റെ ഇത് തന്നെ. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഗൈസ്. പിന്നെ കുറേ മണ്ടാല ആർട്ടൊക്കെ വരുന്ന കുറേ ഗ്ലാസും അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് സ്റ്റോണ്, ഈവിളൈയുടെയൊക്കെ സ്റ്റോണൊക്കെ വരുന്ന ഒരു മാലയായിരുന്നേ. ഒന്നൊന്നുമല്ല, കുറേ തട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ മണ്ടാല ആർട്ട് വരുന്ന ഇത് ഗ്ലാസ്, ട്രേ, പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പേഴ്സൊക്കെ അടിപൊളിയായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ചെന്നപ്പോൾ ഒരു ചുമന്ന ഇലയുള്ള മരം കൂടെ അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലം ജ്വല്ലറി എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും കുറച്ച് കമ്മലെടുക്കാനാണ് കേട്ടോ പോയത്. ഗൈസ് ഈ കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം എടുക്കാൻ തോന്നി, പക്ഷേ എടുത്തില്ല. ഇപ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. പക്ഷെ കൊറിയൻ സ്റ്റൈല്, പേര് കിട്ടി. കുറച്ച് കൊറിയൻ സ്റ്റഡ്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ബർഗർ കിങ്ങിലാണ് കയറിയത്. അവിടെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയൊരു സംഭവമുണ്ട്, നല്ല ഓഫറിനാണ്. ആ ഫോണിൽ മാത്രമുള്ളതെന്നും പറഞ്ഞാൽ അച്ഛൻ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്തു. ഗൈസ് ചുമ്മാതെയാണ് ഈ കൊക്കക്കോളയായിട്ട് കറക്കുന്നത്. അമ്മ എനിക്ക് എന്തൊരായാലും തണുപ്പ് തരത്തില്ല. ഞാൻ എത്ര കടന്ന് സംസാരിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു ബർഗറൊക്കെ അകത്താക്കിയിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ ലുലുവിൽ വന്നില്ലേ, അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. കണ്ടില്ലേ. പിന്നെ അവിടെ കയറി ഇതാണ് ഇത് സച്ചിൻ ടെണ്ടുൽക്കർ. ഇത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. പിന്നെ ടോം ആൻഡ് ജെറിയും കുറേ എനിമി ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ ഡെവിൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൊണാൾഡോ, മെസ്സി, മാർപ്പാപ്പ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ചുമ്മാ കമന്ന് നടക്കുന്ന ഒരു പട്ടിയെ ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമാണ്. എനിക്ക് ഭയങ്കര കൃമികടിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കുത്തി. ചുമ്മാ കടിക്കാത്ത പട്ടീരെ വായിക്കാത്ത ഞാൻ കൈ കൊണ്ടിട്ട് കൊടുത്തു. അവസാനം അത് കടിച്ചു. അങ്ങനെ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. ബുദ്ധ എത്തിയപ്പോൾ ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഗൈസ്. സൂം ചെയ്താണ് എടുക്കുന്നത്. എന്തോ ഭ്രാന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക്. അവസാനം നമ്മൾ എല്ലായിടത്തുനിന്നും അങ്ങനെ സാധനങ്ങളൊന്നും എടുക്കത്തില്ല. ആകെ കമ്മലേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. പിന്നെ ഇപ്രാവശ്യം ന്യൂട്ടനിലേയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും തരത്തില്ല. ഒരു പ്രാവശ്യം പീനട്ട് ബട്ടർ മേടിച്ച് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു ന്യൂട്ടനിൽ ആദ്യമായിട്ട് കഴിച്ചു.
ഇങ്ങനെ കുറേ ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അതങ്ങ് മേടിച്ചാൽ ശരിയാവത്തില്ല ഗൈസ്. ബ്ലാക്ക് ചിക്കൻ, കറുത്ത കോഴി, പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ ആടിൻ്റെ കാല്, പിന്നെ കുറേ ഉണക്ക മുളവ്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നേ. അത് കണ്ടിട്ട് മറ്റേ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുമ്പോൾ എറിഞ്ഞ് മറ്റേ ലൈറ്റൊക്കെ കത്തത്തില്ലേ, അത് കണക്കാണ് എനിക്ക് തോന്നിയത്. അത് നല്ല ഗ്രിപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഓറഞ്ച് മേള നടക്കുമായിരുന്നു, മൊസാമ്പിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. അതുപോലെ നമ്മൾ ചെന്നത് നല്ല സമയത്താണ്. ദീപാവലി സ്വീറ്റ് മേള നടക്കുമായിരുന്നേ. ഒരു ലഡുവും 2-3 പേടയ്ക്കും കൂടെ 750 രൂപയാണ് ഗൈസ്. നമ്മളെടുത്തില്ല. പിന്നെ കുറേ പൊടി തട്ടിയതും അല്ലാത്ത മധുരമുള്ളതും എന്തൊക്കെയേ കുറേ, എനിക്ക് കണ്ടിട്ട് എന്തോ കണക്ക് തോന്നുന്നു. അങ്ങനെ കുറേ വൃത്തികെട്ട സൈസ് ബ്രെഡും ഉണ്ടായിരുന്നു. വൃത്തികെട്ടല്ല, ചിലർക്ക് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഗൈസ്. അങ്ങനെ പിന്നെ കാന്താരി മുളക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻഫോർട്ട് എന്ന് പറയുന്ന മറ്റേ നമ്മൾ ഹൈഡിയിലെ കൊച്ചി ടി വിയിൽ അതിനകത്ത് വേണ്ട ആ ബ്രെഡൊക്കെയാണ് കേട്ടോ കഴിക്കുന്ന കാണുന്നത്. പിന്നെ കുറച്ച് പിക്കിൾസൊക്കെ മേടിച്ചു, ബില്ലടിക്കാൻ പോയി. അതുപോലെ ഇപ്രാവശ്യം ഞാൻ മൂക്കും കുത്തി വീണു ഗൈസ്. പക്ഷെ അപ്പം ആരും കണ്ടില്ല. എന്നിട്ട് ഡോറയുടെ പ്രയാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. എല്ലാം കൊണ്ട് കാറിൽ തള്ളിയിട്ട് ഒരു മിൽക്ക് ഷേക്ക് അവിടെ നിന്ന് മേടിച്ചു, സ്ട്രോബെറിയുടെ. അതൊക്കെ കുടിച്ചു. വീണ്ടും എനിക്ക് എൻ്റെ ക്രിമിയടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊരു മിൽക്കി ബാർ സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ഒരെണ്ണം മേടിച്ചു. 8 പീസാണ് അതിനകത്ത് വരുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു. പോത്തങ്കോട് എത്തിയപ്പോഴത്തേക്ക് സൂഡിയോയിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് അധികമൊന്നും മേടിച്ചില്ല. 1-2 ഡ്രസ്സ് എടുത്തു. പിന്നെ നെയിൽ പോളിഷും, പിന്നെ ഒരു കവറിൻ്റെ അകത്ത് 5-6 പെയർ ഓഫ് കമ്മൽ വന്നിട്ട് 149 ഉള്ളായിരുന്നു. അതൊക്കെ എടുത്തു. പിന്നെ നെയിൽ പോളിഷ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.